നമസ്കാരം. എല്ലാവർക്കും അമാൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിന് തൊട്ടടുത്തായിട്ട് കുർലാട് എന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഈ തൊട്ട് ബാക്കിൽ കാണുന്ന 4 സെൻറ്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന 4 ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് അടങ്ങുന്ന ഈ മനോഹരമായ ഈ ഒരു വീടാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ വീട് ഒന്ന് മൊത്തം കണ്ടിട്ട് വരാം. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഇതുപോലെ പല ലൊക്കേഷനിലായിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തത്സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാമല്ലേ. ഇതാണ് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന ഒരു എലിവേഷൻ. 4 മീറ്റർ കട്ട വിരിച്ച റോഡാണ്. 2 വാഹനങ്ങൾ നമുക്കിതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ സമയം പാസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മതിൽ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. നല്ല മനോഹരമായ ടെക്സ്ചർ വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീടിൻ്റെ ഇവിടെ നോക്കുന്ന ഒരു എലിവേഷനാണിത്. നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്കൊന്ന് കയറാം. ഇതാണ് ഇതിൻ്റെ ഗേറ്റ്. നമുക്ക് കോമ്പൗണ്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ഫോർച്ചിൽ നമുക്കൊരു വലിയൊരു വാഹനം പാർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ സൈഡിലും ചെറിയൊരു വാഹനം പാർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ സൈഡിലൊന്ന് നോക്കാം. ഇവിടെയും ഇതുപോലെ തന്നെ ഇത്രയും സ്പേസ് ഉണ്ട്. അവിടെ മെറ്റലാണ് ഇട്ടിരിക്കുന്നത്. ഇതാണ് സിറ്റ് ഔട്ട്. ഇവിടെ ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഡോറ് ഒരു സിംഗിൾ പാളിയുടെ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ പ്ലാവ്, ആഞ്ഞിലി, മഹാഗണി അങ്ങനെയുള്ള മരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഡോർ തുറന്നു കഴിഞ്ഞാൽ നേരെ ലിവിങ് റൂമിലേക്കാണ് കയറുന്നത്. ഇവിടെ ഫ്രണ്ട് ഭാഗത്തായിട്ട് 3 പാളിയുടെ ജനലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സൈഡിൽ ഓരോ പാളികളുടെ ജനലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു TV യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇൻറ്റീരിയൽ വർക്കുകളെല്ലാം നല്ല മനോഹരമായി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് കയറുന്ന ഭാഗമാണിത്. ഡൈനിങ് ഹാളിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു സ്റ്റെയർ പോയിട്ടുണ്ട് കേട്ടോ. ഡൈനിങ് ഹാളാണെങ്കിലും നല്ല വിശാലമായ നല്ല സ്പേസാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഇവിടേക്ക് ഒരു ഡൈനിങ് ടേബിൾ, വലിയൊരു ടേബിൾ ഇടാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 3 പാളിയുടെ ജനലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇതേപോലെ തന്നെ ഇൻറ്റീരിയൽ വർക്കുകളെല്ലാം നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിത് വാശേരി കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ്. ഇതെല്ലാം മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 2 ബെഡ്റൂമാണ് താഴത്തുള്ളത്. ഒരു ബെഡ്റൂം ഇതാണ്. താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമാണ്. ഇതാണ് 3 പാളിയുടെ ജനലാണ് ഈ ബെഡ്റൂമിനുള്ളത്. ഇവിടെ ഇൻറ്റീരിയൽ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് ഇവിടെ. ഇവിടെ ബൾബ് കൊടുത്തിട്ടുള്ള കുറച്ച് വെളിച്ചക്കുറവുണ്ട്. ഉള്ള വെളിച്ചത്തിൽ നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന ഒരു വെളിച്ചത്തിലാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ എടുക്കുന്നത്. ഇതിൽ ബൾബില്ല. നമ്മൾ താഴത്ത് 2 ബെഡ്റൂം കണ്ടു. ഒരു ബെഡ്റൂം. ഇനി രണ്ടാമത്തെ ബെഡ്റൂമാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂമാണിത്. ഇവിടെ നമുക്ക് 3 പാളിയുടെ ജനലാണ് ഈ ഭാഗത്തുള്ളത്. അതുപോലെ തന്നെ സിംഗിൾ പാളിയുടെ ഓരോ ജനലുകളും ഈ ഭാഗത്തുണ്ട്. നമുക്കിവിടെ ഒരു വലിയൊരു വാർഡ്രോബ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം മൾട്ടിവുഡിൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും സീലിംഗ് വർക്കുകളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അപ്പോൾ നമ്മൾ താഴത്തുള്ള 2 ബെഡ്റൂമാണ് കണ്ടത്. ഇനി ഇവിടെ ഇതാണ് കിച്ചൺ. ഒരു ഓപ്പൺ കിച്ചണാണിത്. ഇവിടെയും കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലാണെങ്കിലും നല്ല സീലിംഗ് വർക്കുകളൊക്കെ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിവിടെ ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇവിടെ ഒരു വർക്ക് ഏരിയ ഉണ്ട്. ഇത്ര സ്പേസാണ് ഇവിടെ ഉള്ളത്. സൈഡിലെല്ലാം പോളികാർബൺ വെച്ച് മറച്ച് കളഞ്ഞേക്കാണ്. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ മുകളിലും GS ഷീറ്റും സ്ക്വയർ ട്യൂബിലായിട്ട് ആ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സിങ്കെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. ഇത്രയും സ്പേസ് അവിടെ പുറത്തുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിലും അങ്ങനെ തന്നെ ഉണ്ട്. ഇത്രയും വെളി ഇവിടെ നല്ലൊരു കിണറുണ്ട്. നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്നൊരു കിണറാണ് ഇവിടെ ഉള്ളത്. ഇനി നമുക്ക് നേരെ മുകളിലേക്കൊന്ന് പോയി നോക്കാം. അവിടുത്തെ സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റെയറിൻ്റെ താഴെ ഭാഗത്തായിട്ട് കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ 3 പാളിയുടെ ജനലാണ് ഈ സ്റ്റെയറിൻ്റെ ഭാഗത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെയും 3 പാളിയുടെ ജനലാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെയും സീലിംഗ് വർക്കുകളെല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു സ്പേസാണ് ഇവിടെ ഉള്ളത്. നമുക്കിവിടെ ഒരു വലിയൊരു TV യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ മൾട്ടിവുഡിലാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെയും 2 ബെഡ്റൂമാണ് മുകളിലുള്ളത്. 2 നമ്മൾ താഴത്ത് കണ്ടു. നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഇവിടെ നിന്നൊരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് മൾട്ടിവുഡിൽ തന്നെ. അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമാണിത്. ഈ ഫ്രണ്ട് ഭാഗത്ത് 3 പാളിയുടെ ജനലാണുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു പാളിയുടെ ജനലുണ്ട്. ഇവിടെ ഇൻറ്റീരിയൽ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. അപ്പോൾ മുകളിൽ 2ാമത്തെ ബെഡ്റൂമും മൊത്തത്തിൽ 4ാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത്. ഇതും അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂമാണിത്. ഇവിടെ നമുക്ക് ബാക്ക് സൈഡിലായിട്ട് 3 പാളിയുടെ ജനലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ പാളിയുടെ ജനലുകളാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെയും നമ്മൾ താഴത്ത് എല്ലാ ബെഡ്റൂമിലും കണ്ട പോലെ തന്നെ ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇൻറ്റീരിയൽ വർക്കുകളെല്ലാം നല്ല മനോഹരമായി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇതൊരു യൂട്ടിലിറ്റി ഏരിയ ആണ് കേട്ടോ. ഇത്ര സ്പേസ് ഉണ്ട് ഇവിടെ. നമുക്കിവിടെ വാഷ് മെഷീനൊക്കെ വെക്കാനുള്ളൊരു പ്ലഗ് പോയിൻറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇത് തുറന്നു കഴിഞ്ഞാൽ നേരെ ഏറ്റവും ടോപ്പിലേക്ക് പോകാനായിട്ട് ഇവിടുന്ന് ഒരു സ്റ്റെയറും മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗത്തായിട്ട് ഒരു ബാൽക്കണി ഉണ്ട്. ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ നേരെ ഒരു ബാൽക്കണിയാണ്. ഇവിടെ എല്ലാം ഗ്ലാസ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വീട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അവർ ലൈക്ക് ചെയ്തവർ. ഈ വീടിരിക്കുന്നത് ശരിക്കും നമ്മുടെ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നൊക്കെ ഏകദേശം ഒരു 4-5 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. അതുപോലെ തന്നെ എടപ്പള്ളിയിൽ നിന്നും ഒരു 8 കിലോമീറ്ററും ആലുവയിൽ നിന്നും ഒരു 8-9 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. ഇത് മൊത്തം 4 സെൻറ്റ് തികയില്ല. 3,900 ഈ സ്ഥലമുള്ളത്. താഴത്ത് 2 ബെഡ്റൂം, മുകളിൽ 2 ബെഡ്റൂം, മൊത്തം 4 ബെഡ്റൂം. അപ്പോൾ ഈ വീട് സ്ക്വയർ ഫീറ്റ് 2000 സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ വില ചോദിക്കുന്നത് 70 ലക്ഷം രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീട് ഇഷ്ടമായാൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് വിളിച്ചോട്ടാ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.